ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് CPT അനസ്തീഷ്യ ചാപ്റ്ററിലെ CPC എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ കോഡുകൾ വരുന്നത് 0 സീരീസിലാണ്, അതായത് 0യിലായിരിക്കും കോഡുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. So question number 1, a 10-month-old child is taken to the operating room for removal of a laryngeal mass. What is or are the appropriate anesthesia codes to report? സോ ഇവിടെ ഒരു 10-month-old ചൈൽഡ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് ഒരു ലാറിഞ്ചിയൽ മാസ് റിമൂവലിന് വേണ്ടിയിട്ടാണ് വരുന്നത്. സോ ഈ പ്രൊസീജിയറിന് കൊടുക്കുന്ന അനസ്തീഷ്യ കോഡാണ്, അതായത് ഈ ചെയ്യുന്ന പ്രൊസീജിയറിന് കൊടുത്തിട്ടുള്ള അനസ്തീഷ്യയ്ക്കുള്ള കോഡാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ്: ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കുക, 10 month old ആണ്. അതുപോലെ തന്നെ പ്രൊസീജിയർ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് എ ലാറിഞ്ചിയൽ മസിലാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 00320 ആണ്. ദാറ്റ് ഈസ് അനസ്തീഷ്യ ഫോർ ഓൾ പ്രൊസീജിയേഴ്സ് ഓൺ ഈസോഫാഗസ്, തൈറോയിഡ്, ലാറിങ്സ്, ട്രക്കിയ ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം ഓഫ് നെക്ക്, നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഏജ് 1 year ഓർ ഓൾഡർ ആണ്. സോ ഈ 00320 എന്ന് പറയുന്ന കോഡ് പ്രൊസീജിയേഴ്സ് ഓൺ ഈസോഫാഗസ്, തൈറോയിഡ്, ലാറിങ്സ്, ട്രക്കിയ, ലിംഫാറ്റിക് സിസ്റ്റം ഓഫ് നെക്കിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന് കൊടുക്കുന്ന അനസ്തീഷ്യയുടെ കോഡാണ്. ബട്ട് ഇവിടെ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് കൊടുത്തിട്ടുള്ളത് 1 year ഓർ ഓൾഡർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കുട്ടി, അതായത് ക്വസ്റ്റ്യനിലുള്ള പേഷ്യൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് 10 month ആണ്. ദാറ്റ് ഈസ് 1 year ബിലോ ആണ്. സോ 00320 ഈസ് റോങ്. അപ്പോൾ ഓപ്ഷൻ എയിലും സിയിലും 00320 ആണ് ഇവിടെ കോഡ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ ബി 00326 ആണ്. ദാറ്റ് ഈസ് അനസ്തീഷ്യ ഫോർ ഓൾ പ്രൊസീജിയേഴ്സ് ഓൺ ദി ലാറിങ്സ് ആൻഡ് ട്രക്കിയ ഇൻ ചിൽഡ്രൻ യങ്ങർ ദാൻ 1 year ഓഫ് ഏജ്. സോ ലാറിങ്സ് അല്ലെങ്കിൽ ട്രക്കിയയിലുള്ള പ്രൊസീജിയേഴ്സിന് അനസ്തീഷ്യ കൊടുക്കുന്ന കേസാണ് പറയുന്നത്. അതും ചിൽഡ്രൻ ആണ്, ബിലോ 1 year ആണ്. സോ ഈ 00326 ഒരു അപ്രോപ്രിയേറ്റ് കോഡാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആൻഡ് ഡിയിൽ 00326 ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ ഡിയിൽ 999100 എന്നുള്ള ഒരു ആഡ് ഓൺ കോഡും കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഈ 999100 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് സർക്കംസ്റ്റൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ആഡ് ഓൺ കോഡാണ്. ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഏജ് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ആഡ് ഓൺ കോഡുകൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ 999100 എന്ന് പറയുന്നത് അനസ്തീഷ്യ ഫോർ പേഷ്യൻസ് ഓഫ് എക്സ്ട്രീം ഏജ് യങ്ങർ ദാൻ 1 year ആൻഡ് ഓൾഡർ ദാൻ 70 ആണ്. അതായത് ഇഫ് ദി പേഷ്യൻ്റ് ഇസ് ഓൾഡർ ദാൻ 70 അല്ലെങ്കിൽ യങ്ങർ ദാൻ 1 year ആണെങ്കിൽ അനസ്തീഷ്യ കൊടുക്കുന്നതിലുള്ള റിസ്ക് കുറച്ച് ഹൈ ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഒരു ആഡ് ഓൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, ബട്ട് ഈ ഒരു ആഡ് ഓൺ കോഡ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇവിടെ 00326 നോക്കുകയാണെങ്കിൽ അവിടെ യങ്ങർ ദാൻ 1 year ഓഫ് ഏജ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 999100 എന്ന് പറയുന്ന ആഡ് ഓൺ കോഡിലും ഏജ് ഏതോ യങ്ങർ ദാൻ 1 ആയിരിക്കണം അല്ലെങ്കിൽ 70 ഓൾഡർ ആയിരിക്കണം. സോ ഓൾറെഡി കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ പിന്നെയും നമ്മളൊരു ആഡ് ഓൺ കോഡ് ഇട്ട് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് കോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി മാത്രം മതി, അതായത് 00326 മാത്രം മതി. ഏജ് ഓഫ് ദി പേഷ്യൻറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്, അനസ്തീഷ്യ ഫോർ ദി റിമൂവൽ ഓഫ് ലാറിഞ്ചിയൽ മസിലും ഓക്കെ ആണ്. So here the answer is option B 00326. Next question number 2. A 50-year-old female had a left subcutaneous mastectomy for cancer. She now returns for reconstruction, which is done with a single tram flap. Right mastopexy is done for asymmetry. Select the anesthesia code for this procedure. സോ ഇവിടെ ഒരു 50-year-old ആയിട്ടുള്ള ഫീമെയിൽ ഓൾറെഡി ഒരു ലെഫ്റ്റ് സബ്ക്യൂട്ടേനിയസ് മാസ്റ്റെക്ടമി, അതായത് മെമ്മറി ഗ്ലാൻഡിൻ്റെ റിമൂവൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡ്യൂ ടു ക്യാൻസർ. സോ ഇപ്പോൾ വന്നിട്ടുള്ളത് റീകൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടാണ്. വിത്ത് എ സിംഗിൾ ട്രാം ഫ്ലാപ്പ് ആണ് റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. റൈറ്റ് മാസ്റ്റോപെക്സി ഈസ് ഓൾസോ ഡൺ ഫോർ അസിമെട്രി, അതായത് ആ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റിൻ്റെ പോർഷൻ റിമൂവ് ചെയ്ത് കളയുമ്പോൾ റൈറ്റ് സൈഡായിട്ട് അതൊന്ന് അസിമെട്രിക്കൽ ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് മാസ്റ്റോപെക്സിയും ചെയ്യുന്നുണ്ട്.
സോ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പ്രൊസീജിയറിൻ്റെ കോഡല്ല, അനസ്തീഷ്യ സർവീസിനുള്ള കോഡാണ്. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ള അനസ്തീഷ്യയ്ക്കുള്ള കോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ 00404, ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഓൺ ദി ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം ഓൺ ദി എക്സ്ട്രീമിറ്റീസ്, ആൻറ്റീരിയർ ട്രങ്ക് ആൻഡ് പെരിനിയം, റാഡിക്കൽ ഓർ മോഡിഫൈഡ് റാഡിക്കൽ പ്രൊസീജിയേഴ്സ് ഓൺ ബ്രസ്റ്റ്. Option B 00402, that is anesthesia for procedures on the integumentary system on extremities, anterior trunk and perineum, reconstructive procedures on breast, example reduction or augmentation mammoplasty, muscle flaps. Option C 00406, that is anesthesia for procedures on the integumentary system on the extremities, anterior trunk and perineum, radical or modified radical procedures on breast with internal mammary node dissection. Option D 00400, anesthesia for procedures on the integumentary system on the extremities, anterior trunk and perineum, not otherwise specified. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഓൺ ദി ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റമാണ്. അതായത് സ്കിന്നിലുള്ള, അതായത് നമ്മുടെ എക്സ്ട്രിമിറ്റീസിലായാലും ആൻറ്റീരിയർ ട്രങ്കിലായാലും പെരിനിയം ഏരിയയിലാണെങ്കിലും സ്കിന്നിലുള്ള പ്രൊസീജിയേഴ്സിൽ അനസ്തീഷ്യ, അതായത് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴുള്ള അനസ്തീഷ്യ കൊടുക്കുന്നതിൻ്റെ കോഡുകളാണ് എല്ലാം. അതിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് ഡിഫറെൻ്റ് ആവുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ റീകൺസ്ട്രക്ഷൻ വിത്ത് സിംഗിൾ ട്രാം ഫ്ലാപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഫ്ലാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, റീകൺസ്ട്രക്ഷൻ ആണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻസിൽ നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ ബിയിലുള്ളതാണ് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതായത് 00402ലാണ് ഒരു റീകൺസ്ട്രക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ മസിൽ ഫ്ലാപ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് 00402ലാണ്. 400 സ്പെസിഫൈഡ് അല്ലാത്ത കേസുകളാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളതിന് കോഡില്ലാത്ത സിറ്റുവേഷനാണ്. 00404ലാണെങ്കിൽ റാഡിക്കലാണ്, അതായത് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെയാണ് പറയുന്നത്. 406ലാവുമ്പം ഇൻറ്റേർണൽ മെമ്മറി നോഡിൻ്റെ ഡിസെക്ഷൻ കൂടി പറയുന്നുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ അതൊന്നും തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 00402. Next question number 3, what is the full CPT code description for 00846? So ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ anesthesia for intraperitoneal procedures in lower abdomen including laparoscopy, radical hysterectomy. Option B radical hysterectomy. Option C anesthesia for intraperitoneal procedures in lower abdomen including laparoscopy, not otherwise specified, radical hysterectomy. Option D radical hysterectomy, not otherwise specified. സോ ഇവിടെ 00846 എന്ന് പറയുന്ന കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് അനസ്തീഷ്യ ഫോർ ഇൻട്രാപെരിറ്റോണിയൽ പ്രൊസീജിയേഴ്സ് ഇൻ ലോവർ അബ്ഡമൻ ഇൻക്ലൂഡിങ് ലാപ്രോസ്കോപ്പി, റാഡിക്കൽ ഹിസ്റ്ററക്ടമി. ഇപ്പോൾ നമ്മൾ ഈ 00846ൻ്റെ പാരൻറ്റ് കോഡ് വരുന്നത് നമുക്ക് 00840ലാണ്. ബട്ട് നമ്മളിപ്പോൾ എക്സാമിൻ്റെ ടൈമിലൊക്കെ ഒരുപാട് ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് നമ്മൾ 00846 നോക്കുമ്പോൾ റാഡിക്കൽ ഹിസ്റ്ററക്ടമി എന്ന് മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓപ്ഷൻ ബി ചൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ല. അതായത് ഈ കോഡ് കംപ്ലീറ്റ്ലി വായിക്കണമെങ്കിൽ അതിൻ്റെ പാരൻറ്റ് കോഡിലുള്ള അപ് ടു സെമി കോളനുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ട് വേണം കോഡ് പിക്ക് ചെയ്യാൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് മനസ്സിൽ കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു റാഡിക്കൽ ഹിസ്റ്ററക്ടമി അത് എഴുതിക്കുന്ന കണ്ടാൽ അറിയാം, 00840 ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻസ് 842, 844, 846 ഒക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇതിൻ്റെ പാരൻറ്റ് കോഡ്, ഇതൊരു ചൈൽഡ് കോഡാണ്, പാരൻറ്റ് കോഡ് വേറെ ഉണ്ട് എന്നുള്ളത്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് മാത്രം ആൻസറിലേക്ക് പോവുക. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്.
സോ അതുപോലെ തന്നെ കൺഫ്യൂഷൻ വരാവുന്ന വേറൊരു ഓപ്ഷനാണ് ഓപ്ഷൻ സി എന്നുള്ളത്. അവിടെ നമുക്ക് ഈ 00840ൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ് ടു നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് കൊടുത്തിട്ടാണ് റാഡിക്കൽ ഹിസ്റ്ററെക്ടമി കൊടുത്തിട്ടുള്ളത്. സോ അതും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അപ് ടു സെമികോളൻ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് 00840ൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. 846 വരുമ്പോൾ സെമികോളൻ കഴിയുമ്പോൾ റാഡിക്കൽ ഹിസ്റ്ററെക്ടമി ആണ് വരേണ്ടത്. ഓക്കെ. Next question number 4. Patient is admitted in labor for delivery. She received a labor neuraxial epidural for a vaginal delivery. The baby goes into fetal distress and a cesarean section is performed. Following delivery, the patient starts to hemorrhage. The physician decides with family approval to perform a hysterectomy called the anesthesia services. So, ഇവിടെ പേഷ്യൻ്റ് ലേബറിന് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. സോ നോർമൽ ഡെലിവറി, അതായത് വജൈനൽ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്ത് ന്യൂറാക്സിൽ എപ്പിഡ്യൂറലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നുണ്ട് പേഷ്യൻ്റ്. അത് കഴിയുമ്പോഴാണ് ബേബി ഫീറ്റൽ ഡിസ്ട്രെസ്സിലേക്ക് പോകുന്നത്. സോ സഫോക്കേഷനൊക്കെ ബുദ്ധിമുട്ടുകൾ ബേബിക്ക് വരാണ്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് സി സെക്ഷൻ പെർഫോം ചെയ്തു. ആഫ്റ്റർ സി സെക്ഷൻ ഡെലിവറി പേഷ്യൻറ്റിന് ഹെമറേജ് ഡെവലപ്പ് ചെയ്യുകയാണ്, ദാറ്റ് ഇസ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഫിസിഷ്യൻ വിത്ത് ഫാമിലി അപ്രൂവൽ ഒരു ഹിസ്റ്ററെക്ടമി പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ചോദിക്കുന്നത് അനസ്തീഷ്യ സർവീസസ് കോഡ് ചെയ്യാനായിട്ടാണ്. സോ കോഡുകൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 01967, ദാറ്റ് ഇസ് ന്യൂറാക്സിയൽ ലേബർ അനാൽജസിയ ഓർ അനസ്തീഷ്യ ഫോർ പ്ലാൻഡ് വജൈനൽ ഡെലിവറി. This includes any repeat subarachnoid needle placement and drug injection and or any necessary replacement of an epidural catheter during labor. Next, 00840, anesthesia for intraperitoneal procedures in lower abdomen including laparoscopy, not otherwise specified ആണ് പറഞ്ഞിട്ടുള്ളത്. Next, option B 01962, anesthesia for urgent hysterectomy following delivery. Next is option C 01968, that is anesthesia for C-section delivery following neuraxial labor analgesia or anesthesia. സോ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഡാണ്. സോ നമ്മൾ ആഡ് ഓൺ കോഡ് ഒരിക്കലും ഒറ്റയ്ക്ക് കോഡ് ചെയ്യില്ല, അത് വേറൊരു കോഡിൻ്റെ കൂടെ ആഡ് ഓൺ കോഡായിട്ട് തന്നെ കൊടുക്കാൻ പാടുള്ളൂ, സെക്കൻഡറി കോഡായിട്ടേ കൊടുക്കുള്ളൂ. സോ ഓപ്ഷൻ സി ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി നോക്കിയാൽ 01967 ആണ് ഫസ്റ്റ് കോഡ് വരുന്നത്, ആൻഡ് സെക്കൻഡ് കോഡ് 01969 ആണ്, ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ സി സെക്ഷൻ ഹിസ്റ്ററെക്ടമി ഫോളോയിങ് ന്യൂറാക്സിയൽ ലേബർ അനാൽജസിയ ഓർ അനസ്തീഷ്യ. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ലേബറിന് വേണ്ടിയിട്ട് വജൈനൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ന്യൂറാക്സിൽ എപ്പിഡ്യൂറൽ കൊടുക്കുന്നുണ്ട്, അതിനുശേഷം ഫീറ്റൽ ഡിസ്ട്രെസ് കാരണം സി സെക്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സി സെക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലീഡിങ് കണ്ടിട്ടാണ് ഹിസ്റ്ററെക്ടമി പെർഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആൻഡ് ഡി നമുക്ക് ഒന്ന് നോക്കാം, ബിക്കോസ് അതിൽ രണ്ട് കോഡുകളുണ്ട്. 01967 എന്ന് പറയുന്നത് ന്യൂറാക്സിയൽ ലേബർ അനാൽജസിയ ഓർ അനസ്തീഷ്യ ഫോർ പ്ലാൻഡ് വജൈനൽ ഡെലിവറിയാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ന്യൂറാക്സിയൽ അനസ്തീഷ്യ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ കൊടുക്കുന്നുണ്ട് ഫോർ വജൈനൽ ഡെലിവറി. സോ നമുക്ക് 01967 എന്നുള്ള കോഡ് അപ്രോപ്രിയേറ്റ് ആണ്. ഓപ്ഷൻ എയിലെ സെക്കൻഡ് കോഡ് വരുന്നത് പ്രൊസീജിയേഴ്സ് ഓൺ ഇൻട്രാപെരിറ്റോണിയൽ ലോവർ അബ്ഡമൻ ആണ് പറയുന്നത്. സോ അതും അവിടെ കീപ്പ് ചെയ്യുക. ഇനി ഓപ്ഷൻ ബിയിലുള്ളത് അർജൻറ്റ് ഹിസ്റ്ററെക്ടമി ഫോളോയിങ് ഡെലിവറിക്കുള്ള അനസ്തീഷ്യ സർവീസാണ്. സോ ഇവിടെ ആദ്യം വെജൈനൽ ഡെലിവറിക്ക് എപ്പിഡ്യൂറൽ കൊടുക്കുന്നുണ്ട്, പിന്നെ സി സെക്ഷൻ്റെ സമയത്ത് വേറെ അനസ്തീഷ്യ കൊടുക്കുന്നതായിട്ടും ഹിസ്റ്ററെക്ടമിയുടെ ടൈമിൽ വേറെ അനസ്തീഷ്യ കൊടുക്കുന്നതായിട്ടും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉണ്ടാവുക എന്ന് പറയാം. വജൈനൽ ഡെലിവറിക്ക് ഓൾറെഡി ഒരു എപ്പിഡ്യൂറൽ കൊടുത്തിട്ടുണ്ട്. ഇനി സി സെക്ഷൻ ഡെലിവറിയുടെ സമയത്തും യൂഷ്വലി എപ്പിഡ്യൂറൽ പോലെയുള്ള ഇഞ്ചെക്ഷൻസ് തന്നെയാണ്, അതായത് അനസ്തീഷ്യ തന്നെയാണ് പെർഫോം ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഈ ഒരു അർജൻറ്റ് ഹിസ്റ്ററെക്ടമിക്ക് സെപ്പറേറ്റ് ആയിട്ട് അനസ്തീഷ്യ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് 01962 കോഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ സി നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ഡിയിലെ സെക്കൻഡ് കോഡ് നോക്കുകയാണെങ്കിൽ അനസ്തീഷ്യ ഫോർ സി സെക്ഷൻ ഹിസ്റ്ററെക്ടമി ഫോളോയിങ് ന്യൂറാക്സിയൽ ലേബർ അനാൽജസിയ ഓർ അനസ്തീഷ്യ ആണ്.
സോ ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ, കാരണം ഈ ഒരു സി സെക്ഷൻ ഡെലിവറി പെർഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടാവും. സോ ഒരു സി സെക്ഷൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നതും ഹിസ്റ്ററെക്ടമി പെർഫോം ചെയ്യുന്നതും. സോ ആദ്യത്തെ ന്യൂറാക്സിൽ എപ്പിഡ്യൂറലിനുള്ള കോഡ് നമ്മൾ കൊടുത്തു 01967. പിന്നെയുള്ള സി സെക്ഷൻ ഹിസ്റ്ററെക്ടമിക്ക് നമുക്ക് 01969 ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Next question number 5. The anesthesiologist performed MAC, monitored anesthesia care for a patient undergoing an arthroscopy of the right knee, called the anesthesia service. സോ ഇവിടെ അനസ്തീഷ്യോളജിസ്റ്റ് ഒരു മാക്ക് ആണ് പേഷ്യൻറ്റിന് പെർഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ ആണ് കൊടുക്കുന്നത് ഫോർ ദി പേഷ്യൻറ്റ് ഹു ഇസ് അണ്ടർഗോയിങ് ആൻ ആർത്രോസ്കോപ്പി ഓഫ് ദി റൈറ്റ് നീ. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ 01382 modifier AA. So that is anesthesia for diagnostic arthroscopic procedures of knee joint ആണ്. ഓപ്ഷൻ ബിയിലും സെയിം കോഡ് തന്നെയാണ് 01382 ആണ്, ബട്ട് അവിടെ എയുടെ കൂടെ QS കൂടി അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി സിയിലും ഡിയിലും 01400 ആണ്. അനസ്തീഷ്യ ഫോർ ഓപ്പൺ ഓർ സർജിക്കൽ ആർത്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് ഓൺ നീ ജോയിൻറ്റ് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആണ്. ഇനി നമ്മൾ മോഡിഫയേഴ്സ് നോക്കിയാൽ എ എന്ന് പറയുന്നത് അനസ്തീഷ്യ സർവീസസ് പെർഫോംഡ് പേഴ്സണലി ബൈ ആൻ അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. ആൻഡ് QS സ്റ്റാൻഡ്സ് ഫോർ മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ സർവീസ് ആണ്. അതായത് മോണിറ്റേർഡ് അനസ്തീഷ്യ ആണ് പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ QS ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അത് ഡയറക്റ്റ്ലി അനസ്തീഷ്യോളജിസ്റ്റ് ആണ് പെർഫോം ചെയ്തതെങ്കിൽ നമ്മൾ AA ആണ് അപ്പൻഡ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് ആർത്രോസ്കോപ്പി ഓപ്പൺ അല്ലെങ്കിൽ സർജിക്കൽ ആർത്രോസ്കോപ്പി ആണോ അതോ ഡയഗ്നോസ്റ്റിക് ആണോ പെർഫോം ചെയ്തിട്ടുള്ളതെന്നാണ്. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അതായത് ഒരു ഓപ്പൺ ഇൻസിഷൻ ഇടുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ല. ഒരു ആർത്രോസ്കോപ്പി ഓഫ് ദി റൈറ്റ് നീ ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എയും ബിയും നോക്കിയാൽ ബിയിൽ QS എക്സ്ട്രാ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ അനസ്തീഷ്യോളജിസ്റ്റ് ആണ് ഡയറക്റ്റ്ലി അനസ്തീഷ്യ പ്രൊസീജിയർ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അനസ്തീഷ്യ പ്രൊസീജിയർ പെർഫോം ചെയ്തത്. സോ നമുക്ക് AA അപ്രോപ്രിയേറ്റ് ആണ്. പിന്നെ മാക്കാണ് പെർഫോം ചെയ്തത്. മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് QS യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. A healthy 11-month-old patient with bilateral cleft lip and palate undergoes surgery. The surgeon performs a bilateral cleft lip repair single stage called the anesthesia service. സോ ഇവിടെ ഒരു ഹെൽത്തി പേഷ്യൻ്റ് ആണ്, 11 month old ആണ്, അതായത് ഒരു കുട്ടിയാണ്, ചൈൽഡാണ്. ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് ആണുള്ളത്. സോ ഒരു സർജറി അണ്ടർഗോ ചെയ്യാണ്. സോ ഈ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിപ്പ് റിപ്പയർ ആണ്, സിംഗിൾ സ്റ്റേജ് ആണ്. സോ ഇതിന് പെർഫോം ചെയ്യുന്ന അനസ്തീഷ്യ ആണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ ആൻഡ് ഡിയിലെ ആദ്യത്തെ കോഡ് സെയിം ആണ്, ബി ആൻഡ് സിയിലെ ഫസ്റ്റ് കോഡ് സെയിം ആണ്. സോ 00170 എന്ന് പറയുന്നത് അനസ്തീഷ്യ ഫോർ ഇൻട്രാ ഓറൽ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡിംഗ് ബയോപ്സി നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആണ്. 00102 എന്ന് പറയുന്നത് അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഇൻവോൾവിംഗ് പ്ലാസ്റ്റിക് റിപ്പയർ ഓഫ് ക്ലെഫ്റ്റ് ലിപ്പാണ്. സോ നമുക്ക് ഓപ്ഷൻ ബി ആൻഡ് സിയിലുള്ള 00102 ആണ് അപ്രോപ്രിയേറ്റ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിപ്പ് റിപ്പയർ ആണ് പറയുന്നത്. സോ ഈ ഒരു കോഡ് ഡിസ്ക്രിപ്ഷനിലും പറയുന്നത് പ്ലാസ്റ്റിക് റിപ്പയർ ഓഫ് ക്ലെഫ്റ്റ് ലിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ എ ആൻഡ് ഡി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഓപ്ഷൻ ബി ആൻഡ് സി ആണുള്ളത്. സോ അതിൽ എക്സ്ട്രാ 99100 എന്നുള്ളൊരു ആഡ് ഓൺ കോഡ് ഉണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കോഡാണ്. സോ ആ ഒരു കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യങ്ങർ ദാൻ 1 ഇയറും അല്ലെങ്കിൽ ഓൾഡർ ദാൻ 70 ഇയർ ഉള്ള പേഷ്യൻറ്റിനാണ്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ 00102 നമുക്ക് ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് മെൻഷൻഡ് അല്ല.
ബട്ട് നമ്മുടെ കോഡിൽ, അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 11 month old ആണ്, അതായത് പേഷ്യൻ്റ് 1 year ബിലോ ആണ്, യങ്ങർ ആണ്. സോ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 999100 കൊടുക്കണം. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ ഏജ് 1 yearന് താഴെയാണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 999100 കൊടുക്കണം. പിന്നെ ഇവിടെ P1 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ ആണ്. അപ്പോൾ ഈ P1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെൽത്തി പേഷ്യൻ്റ് ആണ്. സോ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഹെൽത്തി 11 month old പേഷ്യൻ്റ് ആണ്. സോ നമ്മുടെ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 00102 ഫോർ ദി റിപ്പയർ ഓഫ് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് P1 ഫോർ ദി ഹെൽത്തി പേഷ്യൻറ്റ്. പിന്നെ 999100 ഫോർ ദി പേഷ്യൻസ് ഏജ് ആണ്, യങ്ങർ ദാൻ 1 year ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി 999100 കൂടി നമ്മളവിടെ കൊടുക്കണം. Question number 7. Why should the add-on code 99100 for qualifying circumstances not to be reported with the following codes: 00326, 00561, 00834 and 00836? എന്തുകൊണ്ടാണ് ആഡ് ഓൺ കോഡ് 99100 ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോഡുകളുടെ കൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടാത്തത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്. നോട്ട് ടു ബി റിപ്പോർട്ടഡ് ആണ്. സോ ഇനി ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ, ഏജ് ഓഫ് ദി പേഷ്യൻ്റ് ഇസ് നോട്ട് എ ഫാക്ടർ വിത്ത് അനസ്തീഷ്യ കോഡ്സ് ഒരു ആഡ് ഓൺ കോഡ്സ്. അനസ്തീഷ്യ കോഡുകളുടെ കൂടെ ഏജ് ഓഫ് ദി പേഷ്യൻ്റ് ഒരു ഫാക്ടർ അല്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി, ഏജ് ഓഫ് ദി പേഷ്യൻ്റ് ആസ് ഓൾഡർ ദാൻ 70 years is part of the code, therefore it does not require the add on code. അതായത് 70 year old എന്ന് കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ആഡ് ഓൺ കോഡ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി, ഏജ് ഓഫ് child as older than 1 year is part of the code, therefore it does not require the add-on code. Already code descriptionൽ ഏജ് 1 year or older എന്ന് കൊടുത്തിട്ടുണ്ട്, സോ നമ്മൾ ആഡ് ഓൺ കോഡ് കൊടുക്കണ്ട എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, ഏജ് ഓഫ് ദി ചൈൽഡ് ഇസ് യങ്ങർ ദാൻ 1 year is part of the code, therefore it does not require the add-on code. 1 year ബിലോ ഉള്ള കുട്ടികളിലാണ് ഈ ഒരു അനസ്തീഷ്യ പ്രൊസീജിയർ എന്ന് ഈ ഒരു കോഡുകളുടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്, സോ നമ്മൾ ആഡ് ഓൺ കോഡ് കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കോഡുകളുടെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. 00326, അനസ്തീഷ്യ ഫോർ ഓൾ പ്രൊസീജിയേഴ്സ് ഓൺ ദി ലാരിങ്സ് ആൻഡ് ട്രക്കിയ ആൻഡ് ചിൽഡ്രൻ യങ്ങർ ദാൻ 1 year ഓഫ് ഏജ്. സോ ഈ ഒരു കോഡിൽ ഓൾറെഡി ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് 1 year ഓർ ബിലോ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 00561 അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഓൺ ഹാർട്ട്, പെരികാർഡിയൽ സാക്ക് ആൻഡ് ഗ്രേറ്റ് വെസൽസ് ഓഫ് ചെസ്റ്റ് വിത്ത് പമ്പ് ഓക്സിജനേറ്റർ യങ്ങർ ദാൻ 1 year ഓഫ് ഏജ് ആണ് എന്നവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 00834 അനസ്തീഷ്യ ഫോർ ഹെർണിയ റിപ്പയേഴ്സ് ഇൻ ദി ലോവർ അബ്ഡമൻ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് യങ്ങർ ദാൻ 1 year ഓഫ് ഏജ്. അവിടെ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് 1 year ഓർ ബിലോ ആണ്. 00836 അനസ്തീഷ്യ ഫോർ ഹെർണിയ റിപ്പയേഴ്സ് ഇൻ ദി ലോവർ അബ്ഡമൻ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ഇൻഫൻറ്റ്സ് യങ്ങർ ദാൻ 37 weeks gestational age at birth and younger than 50 weeks gestational age at the time of surgery പറഞ്ഞിട്ടുണ്ട്, അതും 1 year ബിലോ ആണ്. അതുപോലെ തന്നെ ഈ എല്ലാ കോഡുകളുടെയും താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡു നോട്ട് റിപ്പോർട്ട് ദിസ് കോഡ് ഇൻ കൺജങ്ഷൻ വിത്ത് 99100 എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ കോഡുകളിലെ എല്ലാത്തിലും ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് 1 year ബിലോ ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾ 99100 എന്നുള്ള ആഡ് ഓൺ കോഡ് ഫോർ ക്വാളിഫയിങ് സർക്കംസ്റ്റൻസ് അവിടെ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. So here the answer is option D, age of child as younger than 1 year is part of the code, therefore it does not require the add-on code. Next question number 8, general anesthesia is administered to a 9-month-old undergoing a tracheostomy called the anesthesia service. So ഇവിടെ general anesthesia ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് for tracheostomy ആണ്. ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് 9-month-old ആണ്. ഇതും സെയിം ടൈപ്പ് ഓഫ് ഈ ക്വാളിഫയിങ് സർക്കംസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡുകളാണ് ഓർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ് എക്സാമിന്, അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ ആൻഡ് ബി സെയിം കോഡാണ് 00320, ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ ഓൾ പ്രൊസീജിയേഴ്സ് ഓൺ ഈസോഫാഗസ്, തൈറോയിഡ്, ലാറിങ്സ്, ട്രക്കിയ ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം ഓഫ് നെക്ക് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഏജ് 1 year ഓർ ഓൾഡർ ആണ്. സോ ഇവിടെ ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ ഏജ് 1 year ഓർ ഓൾഡർ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്.
നെക്സ്റ്റ് കോഡ് വരുന്നത് 00326 ആണ്. ദാറ്റ് ഈസ് അനസ്തീഷ്യ ഫോർ ഓൾ പ്രൊസീജിയേഴ്സ് ഓൺ ദി ലാരിങ്സ് ആൻഡ് ട്രക്കിയ ഇൻ ചിൽഡ്രൻ യങ്ങർ ദാൻ 1 year ഓഫ് ഏജ് ആണ്. സോ ഇവിടെയും നമുക്ക് ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് കോഡിൽ തന്നെ തന്നിട്ടുണ്ട്. സോ നമ്മൾ 999100 എന്നുള്ള കോഡ് അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ നമുക്ക് ഓപ്ഷൻ എ ആൻഡ് ഡി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നോക്കുമ്പോൾ 00326 ആണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് അതിലാണ് യങ്ങർ ദാൻ 1 year ഓഫ് ഏജ് ഉള്ള പേഷ്യൻറ്റിൽ ചെയ്യുന്ന പ്രൊസീജിയർ പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 9 month ഓൾഡ് ആണ് ആ ഒരു പേഷ്യൻ്റ് ഉള്ളത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. അതുപോലെ തന്നെ 00326 എന്ന് പറയുന്ന കോഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കോഡാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിപ്പം കുറച്ച് മന്ത്സ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു കോഡാണ്. അതായത് ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 8 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 00326 ആണ്. ക്വസ്റ്റ്യൻ രണ്ടും ഡിഫറെൻ്റ് ആണ്, ബട്ട് ആൻസർ വന്നപ്പോൾ രണ്ടും സെയിം ആണ്. സോ ഈ ഒരു കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Question number 9. Angiograms reveal 3 artery blockages. The patient had COPD, which is a severe systemic disease. The patient undergoes a CABG into 3 venous graft and cardiopulmonary bypass and cell saver. Got the anesthesia service. So ഇവിടെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ പേഷ്യൻറ്റിന് 3 artery blockages ഉണ്ട് എന്ന് റിവീൽ ചെയ്തു. സോ COPD ഉണ്ട് പേഷ്യൻറ്റ്, ദാറ്റ് ഇസ് പേഷ്യൻ്റ് ഇസ് എ സിവിയർ സിസ്റ്റമിക് ഡിസീസ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ പേഷ്യൻ്റ് CABG അണ്ടർഗോ ചെയ്യുകയാണ് വിത്ത് 3 വീനസ് ഗ്രാഫ്റ്റ് ഓൺ കാർഡിയോ പൾമിനറി ബൈപ്പാസ് ആണ്. സോ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ 00562 ആണ്. ദാറ്റ് ഈസ് അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഓൺ ഹാർട്ട്, പെരികാർഡിയൽ സാക്ക് ആൻഡ് ഗ്രേറ്റ് വെസൽസ് ഓഫ് ചെസ്റ്റ് with pump oxygenator, age 1 year or older, for all non-coronary bypass procedure, example valve procedures, or for reoperation for coronary bypass more than 1 month after original operation ആണ് ഈ ഒരു കോഡ് വരുന്നത്. ഓപ്ഷൻ ബി 00560 anesthesia for procedures on heart, pericardial sac and great vessels of chest without pump oxygenator ആണ്. ഓപ്ഷൻ സി 00567 ആണ്. ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് വിത്ത് പമ്പ് ഓക്സിജനേറ്റർ ആണ്. ഓപ്ഷൻ ഡി 00566. ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് വിത്തൗട്ട് പമ്പ് ഓക്സിജനേറ്റർ ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പേഷ്യൻ്റ് ഇസ് ഓൺ കാർഡിയോ പൾമിനറി ബൈപ്പാസ് ആൻഡ് സെൽ സേവർ എന്ന്. ഈ കാർഡിയോ പൾമിനറി ബൈപ്പാസ് എന്ന് പറയുന്നതും പമ്പ് ഓക്സിജനേറ്റർ എന്ന് പറയുന്നതും ഹാർട്ട് ലങ് മെഷീൻ എന്നൊക്കെ പറയുന്നതും ഒക്കെ സെയിം കാര്യം തന്നെയാണ്. സോ ഈ ഒരു സെൽ സേവർ യൂസ് ചെയ്തു അല്ലെങ്കിൽ കാർഡിയോ പൾമിനറി ബൈപ്പാസ് ആണ് എന്നൊക്കെ പറയുന്നത് പമ്പ് ഓക്സിജനേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സോ നമുക്കിവിടെ ഓപ്ഷൻ ബി ആൻഡ് ഡിയിൽ വിത്തൗട്ട് പമ്പ് ഓക്സിജനേറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ അവിടെ വിത്ത് പമ്പ് ഓക്സിജനേറ്റർ ഒക്കെയാണ് 1 year ഓർ ഓൾഡർ ആണ് പേഷ്യൻറ്റിൻ്റെ ഏജ് പറയുന്നത്. ഫോർ ഓൾ നോൺ കൊറോണറി ബൈപ്പാസ് പ്രൊസീജിയർ ആണ് പറയുന്നത്. പക്ഷേ ഇവിടെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ് പെർഫോം ചെയ്തത്. സോ ഓപ്ഷൻ എ ഈസ് ഓൾസോ റോങ്. അപ്പോൾ 00567 ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരിക. ഫോർ ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് വിത്ത് പമ്പ് ഓക്സിജനേറ്റർ ആണ്. ഇത് വൺ മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയേഴ്സ് കൊടുത്തിട്ടുണ്ട് P3 ആൻഡ് P4. സോ ഇവിടെ ക്ലിയർ ആണ് COPD ഉള്ള പേഷ്യൻ്റ് ആണ്, സിവിയർ സിസ്റ്റമിക് ഡിസീസ് ആണ് പേഷ്യൻറ്റിന് ഉള്ളത് എന്ന് ക്ലിയർ ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ P3 എന്ന് പറയുന്നത് ഇസ് എ പേഷ്യൻറ്റ് വിത്ത് സിവിയർ സിസ്റ്റമിക് ഡിസീസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. P4 എന്ന് പറയുന്നത് പേഷ്യൻറ്റ് വിത്ത് സിവിയർ സിസ്റ്റമിക് ഡിസീസ് ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ത്രെറ്റ് ടു ലൈഫ് ആണ് പറയുന്നത്. സോ ഇവിടെ പേഷ്യൻറ്റിന് സിവിയർ സിസ്റ്റമിക് ഡിസീസ് ആണ്. സോ നമുക്ക് P3 ആണ് ഇവിടെ വേണ്ടത്. അങ്ങനെ നോക്കി നമുക്ക് എലിമിനേഷൻ ചെയ്യുകയാണെങ്കിലും ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ എയും സി ആണുള്ളത്. അപ്പോൾ എയിൽ പറയുന്നത് നോൺ കൊറോണറി ബൈപ്പാസ് പ്രൊസീജിയേഴ്സ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ഓൾസോ റോങ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 00567 modifier P3. Question number 10. 42-year-old patient is having emergency surgery for a ruptured appendix
An anesthesiologist was not available to administer general anesthesia. The surgeon administers regional anesthesia with an epidural spinal block and performs the surgery. Which modifier indicates the surgeon administered anesthesia? അപ്പോൾ ഇവിടെ ഒരു 42-year-old പേഷ്യൻറ്റ് എമർജൻസി ആയിട്ട് ഒരു സർജറി, റെപ്ചേർഡ് അപ്പൻഡിക്സിന് സർജറിക്ക് വേണ്ടി വരികയാണ്. സോ ആ ടൈമിൽ അനസ്തീഷ്യോളജിസ്റ്റ് അനസ്തീഷ്യ കൊടുക്കാനായിട്ട് അവിടെ പ്രസൻ്റ് അല്ലായിരുന്നു. സോ സർജൻ തന്നെയാണ് അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ സർജറി പെർഫോം ചെയ്യുന്നതും. സോ ഇതിലേത് മോഡിഫയർ ആണ് സർജൻ അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്തതിന് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മോഡിഫൈ 22 ഓപ്ഷൻ എ പറയുന്നത് ഇൻക്രീസ്ഡ് പ്രൊസീജിയറൽ സർവീസ് ആണ്. സോ അത് നമുക്ക് ഒരു മിസ്റ്റേക്ക് വരാം, കാരണം ഓൾറെഡി സർജൻ സർജറി ചെയ്യുന്നതിൻ്റെ കൂടെ അനസ്തീഷ്യ കൂടി കൊടുക്കുമ്പോൾ എക്സ്ട്രാ സർവീസ് അല്ലേ. സോ 22 കൊടുക്കാൻ പാടില്ലേ എന്ന് ഡൗട്ട് വരാം, ബട്ട് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് നമുക്ക് വേറൊരു മോഡിഫയർ ഉണ്ട്, വെൻ സർജൻ പെർഫോംസ് ദി അനസ്തീഷ്യ. ഇപ്പോൾ അനസ്തീഷ്യ കൊടുക്കുന്നത് യൂഷ്വലി ആരാണ്? ഒരു അനസ്തീഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കണം, അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സർജൻ അനസ്തീഷ്യ കൊടുക്കുന്നത് ഒരു എക്സ്ട്രാ സർവീസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ ബി 23 ആണ്, ദാറ്റ് ഇസ് അൺയൂഷ്വൽ അനസ്തീഷ്യ. അതെപ്പോഴാണ് കൊടുക്കുക? അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണ്. ഇപ്പോൾ യൂഷ്വലി അനസ്തീഷ്യ വേണ്ടി വരാത്ത സിറ്റുവേഷൻസിൽ അനസ്തീഷ്യ കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ അൺയൂഷ്വൽ അനസ്തീഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു ചെറിയ പ്രൊസീജിയർ ആയിരിക്കും, അതിൽ യൂഷ്വലി അനസ്തീഷ്യ കൊടുക്കേണ്ട ആവശ്യം വരാറില്ല, ബട്ട് സർട്ടൻ സിറ്റുവേഷൻസിൽ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ 23 ആണ് അപ്പൻഡ് ചെയ്യുക. ഓപ്ഷൻ സി 47 ആണ്, അനസ്തീഷ്യ ബൈ സർജൻ ആണ്. വെൻ അനസ്തീഷ്യ ഇസ് പെർഫോംഡ് ബൈ എ സർജൻ, ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന അതേ സർജൻ തന്നെ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ മോഡിഫയർ 47 ആണ് കൊടുക്കുക. ഓപ്ഷൻ ഡി 59 ആണ്, ഡിസ്റ്റിങ്ക്ട് പ്രൊസീജിയറൽ സർവീസ്. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. നമുക്കിവിടെ ക്ലിയർ ആണ്, സർജൻ തന്നെയാണ് പ്രൊസീജിയർ ചെയ്യുന്നതും അനസ്തീഷ്യ കൊടുത്തതും. സോ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മോഡിഫയർ ഇസ് 47, ദാറ്റ് ഈസ് അനസ്തീഷ്യ പെർഫോംഡ് ബൈ എ സർജൻ. So I am conducting a CPC preparation class completely online ആണ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്, ദാറ്റ് ഇസ് 1-on-1 സെഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക, എയ്തർ എന്നെ മെയിൽ ചെയ്യുക. മെയിൽ ഐ ഡി വരുന്നത് medcoda0907@gmail.com ആണ്, അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. മെഡിക്കൽ കോഡ സർട്ടിഫൈഡ് ആണ് ഹാൻഡിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഓൾസോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.